അരുണാചലിലെ ദമ്പതികളുടെയും സുഹൃത്തിന്റെയും മരണം അന്യഗ്രഹ ജീവിതം ആഗ്രഹിച്ചെന്ന് വിവരം. നവീൻ മുൻകൈയെടുത്താണ് ദേവിയെയും ആര്യയെയും അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുപോയത്. എങ്ങനെ മരിക്കണമെന്ന് നവീൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നുവെന്നും വിവരമുണ്ട്. നവീനുമായി ബന്ധമുള്ളവരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി. മൂവരുടെയും മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. എ വി ജയശങ്കർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, എന്താണ് ഇതിന്റെ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? അതായത് വേണു, തിരുവനന്തപുരത്ത് നിന്ന് പോയ പോലീസ് സംഘം നിലവിൽ ഇറ്റാനഗറിലുണ്ട്. ഇവർ ഈ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് അന്വേഷണം നിലവിൽ നടത്തുന്നത്. ഇവരെങ്ങനെ അവിടെ എത്തിയതിനു ശേഷം മരണം എങ്ങനെയായിരുന്നു ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇറ്റാനഗർ പോലീസുമായി ആശയവിനിമയം നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ ഇന്ന് ലഭ്യമാകും. ഇതുകൂടി ലഭിക്കുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. നവീനാണ് ഈ ഒരു വിഷയത്തിൽ നിർണായക പങ്കുള്ളതെന്നാണ് പോലീസിൻ്റെ നിലവിലെ നിഗമനം. ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഈ രണ്ട് സ്ത്രീകളുടെയും കയ്യിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയിരുന്നു. ഈ മുറിവ് ഉണ്ടാക്കിയത് നവീനാണ് കൈ മുറിച്ചതെന്നാണ് നിഗമനം. ഒപ്പം തന്നെ ഈ സ്ത്രീകളെ മരണശേഷം മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് അരുണാചലിലേക്ക് കൊണ്ടുപോയതും നവീനാണെന്നും പോലീസ് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നവീൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവളെ ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട നമ്പറുകളും ഇവരുടെ വിവരങ്ങളും കേരള പോലീസ് നിലവിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അരുണാചൽ പോലീസും കേരള പോലീസുമായി സഹകരിച്ചാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ഒരു ആത്മഹത്യ എന്നതിനപ്പുറത്തേക്കും ഒരു കൊലപാതകമാണോ എന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. രണ്ട് സ്ത്രീകളെ കൊന്നതിന് ശേഷം നവീൻ സ്വയം ആത്മഹത്യ ചെയ്തു എന്നാണ് നിലവിൽ അരുണാചൽ പോലീസിന്റെ നിഗമനം. 5 അംഗ സംഘമാണ് അരുണാചലിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേരള പോലീസും അരുണാചൽ പ്രദേശ് പോലീസും സംയുക്തമായി ആയിരിക്കും കേസ് അന്വേഷിക്കുക. എന്തായാലും കോൾ ലിസ്റ്റ് ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമ ഇടപെടൽ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് നിലവിൽ പരിശോധിച്ചു വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടുകൂടി ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ. എന്തായാലും നിലവിൽ ഈ മൃതശരീരങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇന്ന് തന്നെ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. വേണു, ജയശങ്കർ, ഈ അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രകാരമാണ് എങ്കിൽ പിടിവലി നടന്നതായോ അങ്ങനെ ഒന്നിൻ്റെയും സൂചനകളില്ല. മാത്രവുമല്ല, മുറിക്കകത്ത് അത്തരം ഒരു തെളിവുകളും കിട്ടിയിട്ടില്ല. കൂടാതെ അവിടെ താമസിക്കുന്നു, മകളാണ് എന്ന് പറഞ്ഞ് ആര്യയെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകം എന്ന രൂപത്തിലുള്ള സൂചനകൾ പോലീസ് എന്തുകൊണ്ട് ഇപ്പോഴും ബാക്കി വയ്ക്കുന്നു? അതായത് പോലീസിനെ സംബന്ധിച്ച് ഇതിൽ കൃത്യമായൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കേരള പോലീസ് ഇറ്റാനഗറിൽ എത്തുമ്പോൾ ഇത് പൂർണ്ണമായും അവ്യക്തമായൊരു കാര്യമായിരുന്നു. അത്തരത്തിൽ വിശദമായൊരു പരിശോധന നടത്തിയിരുന്നു. കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ നവീൻ മറ്റു രണ്ട് ആര്യയെയും ദേവിയെയും ഇത്തരത്തിൽ പറഞ്ഞു വിശ്വസിപ്പിച്ച, മരണശേഷം മറ്റൊരു ഗ്രഹത്തിൽ പോകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച, കൊലപ്പെടുത്തിയ ശേഷം സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് നിലവിലെ നിഗമനം. ഈ നവീനായിരുന്നു ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഈ ബ്ലാക്ക് മാജിന് അടിമപ്പെട്ട ഒരു വ്യക്തി എന്നാണ് നിലവിലെ നിഗമനം. ഇദ്ദേഹമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിന് അടിമപ്പെട്ടിരുന്നത്. ഇദ്ദേഹമാണ് ഈ ഭാര്യയെയും ഒപ്പം സുഹൃത്തിനെയും ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അത്തരത്തിൽ ഈ നവീൻ്റെ പങ്ക് ഇതിൽ നിർണായകമായാണ്. നവീൻ ഇതിൽ ഒറ്റയ്ക്കാണോ ഇടപെട്ടത്, അത് മറ്റേതെങ്കിലും സംഘങ്ങളുടെ സ്വാധീനം മൂലമാണോ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് കടന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവർ ഇതിനു മുമ്പും ഇവിടെ എത്തിയെന്നുള്ള തരത്തിലുള്ള സൂചനകളുമുണ്ട്. ഇതെല്ലാം തന്നെ പരിശോധനയിലൂടെ മാത്രമേ പോലീസിന് കണ്ടെത്താനാകൂ. തെളിവ് ശേഖരണം, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടത് പ്രധാനമാണ്. നിലവിൽ ഇവരുടെ ഫോൺ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അരുണാചൽ പോലീസ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാട്ടിൽ ആര്യയുടെയും ദേവിയുടെയും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇതുൾപ്പെടെ കേരള പോലീസ് ഡിജിറ്റൽ പരിശോധനയ്ക്ക് അയക്കും. ഇതിനുശേഷമായിരിക്കും എത്ര ആഴത്തിലാണ് ഈ ബ്ലാക്ക് മാജിക് ഇവരെ പിടികൂടിയിരുന്നത്, ഇവരെ സ്വാധീനിച്ചിരുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലീസിന് പരിശോധിക്കുന്നുണ്ട്. ഇതുവരെ ബന്ധുക്കളുടെ മൊഴി കേരള പോലീസ് ഇറ്റാനഗർ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ചടങ്ങുകൾ ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം രേഖപ്പെടുത്താമെന്നാണ് പോലീസിൽ നിലവിലെ നിഗമനം. പ്രാഥമികമായി കുടുംബവുമായി ഫോണിൽ സംസാരിക്കുക മാത്രമാണ് ഇറ്റാനഗർ പോലീസ് ആദ്യഘട്ടത്തിൽ ചെയ്ത്, പിന്നീട് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ ഘട്ടത്തിൽ ബന്ധുക്കളുമായി സംസാരിച്ചു. പക്ഷേ ഒരു ഔദ്യോഗിക മൊഴിയെടുപ്പിലേക്ക് ഇരു സംസ്ഥാനങ്ങളിലെ പോലീസും കടന്നിട്ടില്ല. പക്ഷേ കൃത്യമായി ബന്ധുക്കളുടെ മൊഴിയെടുത്ത് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമേ അന്തിമമായി ഈ നവീൻ്റെ ബന്ധം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു കൃത്യതയിലേക്ക് എത്താൻ സാധിക്കൂ. ഈ കാര്യത്തിലെല്ലാം തന്നെ ഈ പോസ്റ്റ്മോർട്ടം
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകളുടെ ഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനുണ്ട്. നിലവിലെ നിഗമനം അനുസരിച്ച് ഈ 2 സ്ത്രീകളെയും ഇത്തരത്തിൽ ഈ സംഭവത്തിലേക്ക് വലിച്ചഴിച്ചത് നവീൻ എന്നാണ് പ്രാഥമികമായ. ശരി, ജയശങ്കർ തുടരുക. ഇപ്പോൾ ക്രിമിനോളജിസ്റ്റ് PN സന്ദീപ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PN സന്ദീപ്, ഈ അരുണാചൽ പ്രദേശ് സംഭവത്തിൽ ഈ ബ്ലാക്ക് മാജിക്കിന്റെ സാധ്യത എത്രത്തോളമാണ് കാണാൻ കഴിയുക? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഉയർത്തുന്ന സംശയങ്ങൾ? തീർച്ചയായിട്ടും ഈ ബ്ലാക്ക് മാജിക് ഇപ്പൊ ഈ സംഭവത്തില് നമ്മൾ പുറത്ത് അറിയുന്നു എന്നുള്ളൂ. ഇപ്പൊ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഒരു എന്താ പറയാ, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് അത് അങ്ങനെ ബാധിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ബാധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് പറയും. വളരെ കഷ്ടമായിട്ടുള്ള, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് നിലനിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരിൽ ക്രൈം ചെയ്യാനും അതുപോലെ തന്നെ മറ്റെന്ത് തട്ടിപ്പ് നടത്തുന്നതിനും മറ്റും മോശപ്രവൃത്തികൾ നടത്തുന്നതിന് ആർക്കും കഴിയും. കാരണം ഇതിന് പ്രത്യേകിച്ച് നമുക്ക് തെളിവുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ഈ ബ്ലാക്ക് മാജിക്കിലൂടെ തന്നെ ആൾദൈവങ്ങളായി മാറ്റപ്പെടുന്ന ആൾക്കാർ അവര് ജീവിക്കാനായിട്ടുള്ള വഴികൾ. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോ അവര് എന്താ പറയാ, ഈ മോഡേൺ മെഡിസിനെയും അല്ലെങ്കിൽ യുക്തിയെയും ഒക്കെ ആശ്രയിക്കുന്നതായിട്ട് കാണാം. പക്ഷെ പാവപ്പെട്ട നമ്മളിപ്പോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ തിരിച്ചറിവുണ്ടാവില്ല. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ബ്ലാക്ക് മാജിക്. ശരിക്കും യഥാർത്ഥത്തില് അതിന്റെ എഫക്ട് പല മേഖലയില് ഈ രാഷ്ട്രീയത്തിൽ പോലും കാണാൻ പറ്റുന്നുണ്ട്. ശ്രീ PN സന്ദീപ്, ഈ അരുണാചൽ സംഭവത്തിൽ നവീനായാലും ഈ പറയുന്ന ദേവിയായാലും ആര്യായാലും ഇവരൊന്നും ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തിയിട്ടില്ലല്ലോ. അല്ല, അത് നമുക്ക് ഇപ്പോ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിന്റെ ആഴത്തിൽ കാര്യങ്ങൾ എന്താണ്, ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് തിരക്കിലായി പോയി യാത്രകളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട്. പക്ഷെ പൊതുവെ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന കാര്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ വളരെ എന്താ പറയാ, ഒരു വിഷമകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മനുഷ്യ മനസ്സിന്റെ എന്താ പറയാ ഒരു ഡെവലപ്മെന്റ്, അതുപോലെ ഭരിക്കുന്ന നമ്മള് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി എത്രത്തോളം ഇതിനൊക്കെ അടിമപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വെർഷനാണ് നമ്മളിതിൽ കാണുന്നത്. ഈ ബ്ലാക്ക് മാജിക്കിന്റെ ഈ കാര്യത്തിൽ ഇപ്പൊ ഇതിൽ പണത്തിന്റെ കാര്യങ്ങളുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇനിയിപ്പോ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ ഉണ്ടായിരിക്കാം. പിന്നെ മാത്രമല്ല ഈ അന്യഗ്രഹത്തിൽ പോയി ജീവിക്കാം എന്നൊന്ന് പറഞ്ഞിട്ടുള്ളൊക്കെയുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുവരിക, ഇവരെ വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ഈ സമൂഹം അത് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന അവസ്ഥ എന്നുള്ളത് ശരിയല്ലേ? നമ്മളൊന്ന് ചിന്തിക്കേണ്ട അവസ്ഥയുണ്ട്. ശരി, നന്ദി ശ്രീ PN സന്ദീപ് പ്രതികരിച്ചതിന്. നവീന്റെയും ദേവിയുടെയും ആര്യയുടെയും മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. നവീനുമായി ബന്ധമുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമവും അന്വേഷണ സംഘം തുടങ്ങി. ദേവി ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.